ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു സീരീസ് റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. റാഖ് എന്ന് പറയുന്ന ഒരു സീരീസ് ആക്ച്വലി നമ്മുടെ പ്രൈം വീഡിയോയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇൻ കേസ് കാണാതെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരു നല്ല കിടുക്കനായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് ആണ്. 8 എപ്പിസോഡാണ് വരുന്നത്. ഇത് ആക്ച്വലി ട്രൂ ഇൻസിഡൻ്റ് ആണ്. 78 നടന്ന ഒരു 2 പിള്ളേരുടെ ഒരു മരണം അല്ലെങ്കിൽ കിഡ്നാപ്പിങ് ചെയ്തതിനു ശേഷം അവരുടെ ഒരു മർഡർ, അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ബില്ലാരംഗ എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ആക്ച്വലി സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പിള്ളേരാരാണ് അല്ലെങ്കിൽ ഇവരെ കൊന്നതാരാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു 8 എപ്പിസോഡ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഇൻട്രസ്റ്റിംഗ് സാധനം, സീരിയസ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഒരു പട്ടാളക്കാരൻ്റെ വൈഫ്, അവരുടെയാണ് ഈ 2 മക്കളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് ഈ മർഡർ ചെയ്യുന്നത്. പിള്ളേർ 2 പേരുടെ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അവർ പോകുന്നതാണ്. അപ്പോൾ ഈ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പിള്ളേരെ കാണാതായി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഇൻസിഡന്റിന് ശേഷം ഇവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ട്രോമ, എസ്പെഷ്യലി ഇവരുടെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ട്രോമ. ദെൻ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി വരുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, നിങ്ങൾ ആലോചിക്കണം, 78 ആണ്. ഇപ്പോഴത്തെ കൂട്ട് മറ്റേ ഒരുപാട് എവിഡൻസ് കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി CCTV കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പുള്ളിക്കാരൻ്റെ അന്നത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കുറേയൊക്കെ കാണാൻ പറ്റും. ഇവരെ പിടിച്ചില്ല എന്നുള്ള രീതിക്ക് ഒരു സൈഡിൽ കൂടെ പോകുന്നു. ദെൻ വേറൊരു സൈഡിൽ കൂടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്ത് പിടിച്ച് പോകുന്ന ഒരു 8 എപ്പിസോഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ആരെയാണ് കൊന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സീരീസുകളിലും ഒരു ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് അല്ലെങ്കിൽ ആരാണ് അല്ലെങ്കിൽ ആരെയാണ് എന്നുള്ളതൊക്കെ അങ്ങ് ലാസ്റ്റ് വരെ കൊണ്ടുവിടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ആരൊക്കെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പ് ഈ ബില്ലാരംഗ എന്നുള്ളവർ നേരത്തെയും കുറേ ക്രൈമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞും കാണിച്ചും പോകുന്നുണ്ട്. ദെൻ അതുപോലെ ഈ പോലീസുകാരൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് അത് മാത്രം അത്രയ്ക്ക് ഇങ്ങോട്ട് ഒരു വല്ലാത്തൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല കിടുക്കനായിട്ട് നമ്മളെ ഹുക്ക് പോയിന്റ് നിർത്തുന്ന രീതിക്കുള്ള ഒരു കിടുക്കൻ സീരീസ് ആണ്. ലാസ്റ്റ് എപ്പിസോഡ്, ഐ തിങ്ക് 8ാമത്തെ എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമലി ഈ എന്താ പറയുക, ട്രൂ ഇവൻറ്റ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ട്രൂ ഇൻസിഡൻ്റ് ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിക്കായിരിക്കില്ല കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വരേണ്ടതും. പക്ഷെ ഇതിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ഒരു സാധനമാണ്. അതൊരു വല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സാധനം ഞാൻ ഒരു സീരീസിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതൊരു വല്ലാത്തൊരു പുതുമയായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഞാൻ പറയാം, എനിക്ക് മൊത്തത്തിൽ ഈ സീരീസ് ഭയങ്കര രസമാണ്. നിങ്ങളാലോചിക്കണം, 78 നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. ഞാൻ ഇതിനെപ്പറ്റി അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ എവിടേക്കോ ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ബട്ട് അതെനിക്ക് അത്ര വലിയ മേ ബി ഈ പടത്തിനെക്കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞപ്പോൾ ചിലപ്പോഴെങ്ങാണ് അതിനെക്കുറിച്ച് നമ്മൾ തപ്പിപ്പോയപ്പോഴാണ് കണ്ടതോ കേട്ടതോ ആയിരിക്കാം വാട്ടവർ. പക്ഷെ എന്നാൽ പോലും ചിലവർക്ക് ചിലപ്പോൾ ഈ കേസിനെ കുറിച്ച് അറിയായിരിക്കും. ഇൻ കേസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് വന്ന ഒരു സീരീസ് ആണിത്. ആക്ച്വലി പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിന് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇതാണ് നമ്മൾ ഫുള്ള് കണ്ടു തീർത്തത്. ഇതും സീരീസ് ആണ്, കണ്ടു നോക്കി. ഇതിൻ്റെ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ഇതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, എല്ലാം കിടുക്കൻ സാധനമാണ്. റാഖ് എന്നാണ് സീരീസിൻ്റെ നെയിം വരുന്നത്. 8 എപ്പിസോഡാണുള്ളത്. വളരെ സിമ്പിളായിട്ട് ഒറ്റ സ്ട്രെച്ച് വേണമെങ്കിൽ ഇത് കണ്ടു തീർക്കാവുന്ന സാധനമാണ്. അത്രേ ഉള്ളൂ.